നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. നൂൽപുട്ടും ചെറുപയർ കറിയും. നൂൽപുട്ടിന് പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ കറിയാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചെറുപയർ എടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കാം. ഇതിൽ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി ഇത്രയും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കുക്കറിൽ ചെറുപയർ വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ ആ ഒരു ടൈമിൽ നമുക്ക് നൂൽപുട്ടിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കാം. നൂൽപുട്ടിന് മാവ് കുഴയ്ക്കുമ്പോൾ ഒരു ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഒട്ടിപ്പിടിക്കാതെ, അതായത് ചില മാവിന് ഒട്ടലുണ്ടാവില്ലേ, അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. നൂൽപുട്ടാവുന്ന സമയം തന്നെ നമുക്ക് നമ്മുടെ ചെറുപയർ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് നാളികേരം, കറിവേപ്പില മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ നാളികേരവും ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. എരിവ് ഇതിനധികം വേണ്ട. ഇനിയിപ്പോൾ എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പച്ചമുളക് കുറച്ച് കൂടുതലിടാം കേട്ടോ. അപ്പോൾ ഇതാ അരച്ചെടുത്ത് അരപ്പ് നമ്മൾ ചെറുപയറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരണം. അപ്പോൾ തിളച്ച് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും മുളകും കറിവേപ്പിലും കൂടെ പൊട്ടിക്കുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി. ഈ ഒരു ടൈമിൽ നൂൽപുട്ടും ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്